2023 മെയ് 10 കേരളം ഒരിക്കലും മറക്കാൻ ആഗ്രഹിക്കാത്ത ഇരുണ്ട നിറം. പുലർച്ചെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയുടെ കാഷ്വാലിറ്റിയിൽ ഡ്യൂട്ടിയിലായിരുന്ന അസീസിയ മെഡിക്കൽ കോളേജിലെ ഹൗസ് സർജനായ ഡോക്ടർ വന്ദന ദാസ്. ചികിത്സയ്ക്കായി പോലീസുകാർ കൂട്ടിക്കൊണ്ടുവന്ന സന്ദീപ് എന്ന സ്കൂൾ അധ്യാപകൻ യാതൊരു പ്രകോപനവുമില്ലാതെ കയ്യിൽ കിട്ടിയ കത്രിക കൊണ്ട് ആ യുവ ഡോക്ടറെ തുരുതുരാ കുത്തി വീഴ്ത്തുകയായിരുന്നു. ചികിത്സ നൽകേണ്ട കൈകളാൽ തന്നെ ജീവൻ വെടിഞ്ഞു. ഡ്യൂട്ടിക്കിടെ ഒരു ഡോക്ടർ കൊല്ലപ്പെടുന്ന കേരളത്തിലെ ആദ്യത്തെ സംഭവം. പിന്നീട് നമ്മൾ കണ്ടത് പഴുതുകളടച്ചുള്ള ഒരു അന്വേഷണവും നിയമ പോരാട്ടവുമാണ്. തനിക്ക് മാനസികാസ്വാസ്ഥ്യമുണ്ടെന്ന് വരുത്തി തീർത്ത് നിയമത്തിന്റെ പിടിയിൽ നിന്നും വഴുതി മാറാനായിരുന്നു പ്രതിയുടെ ആദ്യ ശ്രമം. ജാമ്യാപേക്ഷയുമായി സുപ്രീം കോടതിയെ വരെ അവൻ സമീപിച്ചു. എന്നാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ പരിശോധനയിൽ പ്രതിക്ക് വിചാരണ നേരിടാൻ പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് കണ്ടെത്തിയതോടെ ആ തന്ത്രം പാളി. പ്രതി നൽകിയ വിടുതൽ ഹർജിയും കോടതി നിരാകരിച്ചു. കൊല്ലം റൂറൽ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എം ജോസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കേവലം 90 ദിവസത്തിനുള്ളിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. വിചാരണ വേളയിലും ഈ കേസ് ചരിത്രം കുറിച്ചു. കോടതി വിസ്തരിച്ച 70-ലധികം സാക്ഷികളിൽ 50 പേരും ഡോക്ടർമാരായിരുന്നു. ഒരു കൊലപാതക കേസിൽ ഇത്രയധികം ഡോക്ടർമാർ പ്രോസിക്യൂഷൻ സാക്ഷികളാകുന്നത് കേരളത്തിൽ ഇതാദ്യമാണ്. 22 തൊണ്ടിമുതലുകളും 27 രേഖകളും പ്രോസിക്യൂഷൻ കോടതിയിൽ അണിനിരത്തിയപ്പോൾ പ്രതി സന്ദീപിന് രക്ഷപ്പെടാൻ ഒരു പഴുതുപോലും ബാക്കിയുണ്ടായിരുന്നില്ല. കൊലപാതകം, പോലീസുകാരെ അപായപ്പെടുത്താൻ ശ്രമിക്കൽ, തെളിവ് നശിപ്പിക്കൽ, പ്രോസിക്യൂഷൻ ചുമത്തിയ കുറ്റങ്ങളെല്ലാം സംശയാതീതമായി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി ഇന്ന് പ്രസ്താവിച്ചു കഴിഞ്ഞു. ഇനി അറിയേണ്ടത് ഒന്നേയുള്ളൂ: സന്ദീപിനുള്ള ശിക്ഷ എന്തായിരിക്കും? അപൂർവങ്ങളിൽ അപൂർവമായ കേസാണിതെന്നും പ്രതിക്ക് പരമാവധി ശിക്ഷ തന്നെ നൽകണമെന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. മാതാപിതാക്കളുടെ ഏക മകളായിരുന്നു വന്ദന. തന്റെ മകൾക്ക് നീതി ലഭിക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്ന വന്ദനയുടെ അച്ഛനും അമ്മയ്ക്കും ഈ വിധി ആശ്വാസത്തിന്റെ ആദ്യ പടിയാണ്. ഇനി കേരളം കാതോർക്കുന്നത് ആ ക്രൂരന് കോടതി നൽകുന്ന പരമാവധി ശിക്ഷയ്ക്കായിട്ടാണ്. സർക്കാർ സർവീസിൽ നിന്നും ഇതിനകം തന്നെ പുറത്താക്കപ്പെട്ട ആ കൊടും കുറ്റവാളിക്ക് കോടതി എന്ത് ശിക്ഷ നൽകും? ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഓരോരുത്തരുടെയും സുരക്ഷയ്ക്ക് ഈ വിധി ഒരു ഉറപ്പാകുമോ? കേരളം കാത്തിരിക്കുകയാണ് വ്യാഴാഴ്ച വരാനിരിക്കുന്ന ആ അന്തിമ ശിക്ഷാവിധിക്കായി.